നമസ്കാരം ഗൈസ്, ബെസ്റ്റ് പ്രാന്തന്മാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവരുടെ IEDCയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ എന്ന് പറഞ്ഞ സെല്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന ഉദ്ദേശം ഇന്നോവേഷനോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, ബെസ്റ്റ് സ്പോട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ആ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ് രാവിലെ പെരുമ്പാവൂരിൽ കെട്ടിയും പറക്കി ഞാൻ ഈ പാലയിലേക്ക് വന്നത്. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളൊരു കോളേജ് ബസ് ടൈപ്പ് ഓഫ് AS63 ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇത് കൊണ്ടോടിയുടെ കാലിസ്റ്റ ടൈപ്പ് സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ AS063 കോളേജിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് വണ്ടികൾക്ക് വേണ്ടി സ്പെസിഫൈഡ് ആയിട്ട് ചെയ്ത ബോഡി കോഡ് പ്രകാരം ഇറങ്ങിയ വണ്ടിയാണ്. ഇത് സഹൃദയിലെ വണ്ടിയാണ്. മെയ്ഡ് ഇൻ വീര കോച്ചസ്, വീരയുടെ V ലൈലൻഡാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വിക്കിങ് തന്നെയാണ്. ഇതും വിക്കിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഗോൾഡൻ യെല്ലോ പെയിൻ്റാണ് ബോഡി കോഡ് പ്രകാരം അല്ലെങ്കിൽ കളർ കോഡ് പ്രകാരം അടിക്കാറ്. ഇതാണ് ശരിക്കും ഗോൾഡൻ യെല്ലോ. ഇത് എന്താണ് ഈ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് അറിയില്ല. പിന്നെ ഒരു സ്ട്രിപ്പ് ലൈൻ ഒരു 150 mm ±10 mm സ്ട്രിപ്പ് ലൈൻ പോണാരും പറഞ്ഞിരുന്നു. അതാണ് ഈ ലൈൻ. പിന്നെ ഡോറിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളിയിരുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോപ്പ് സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞു. അതാണിത്. പിന്നെന്തുള്ളത്, പിന്നെ നമ്മുടെ സ്കൂൾ ബസ്സിൻ്റെ ടൈപ്പ് ഓഫ് ആ ഒരു ചെറിയൊരു ലോഗോ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കി ഒരു സാധാരണ കൊണ്ടോടി ബോഡി അല്ലെങ്കിൽ AS ടൈപ്പ് ഓഫ് വണ്ടികളിൽ ഇറങ്ങിയ ആ ഒരു ബോഡിയുടെ കാര്യങ്ങൾ തന്നെയാണ് വേറെ പറയാനുള്ളത്. എമർജൻസി ഡോറ്, എമർജൻസി എക്സിറ്റ്, റൂഫ് ഹാച്ച്, പിന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ AS വരുന്നതിന് മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. കോൺട്രാക്ട് ക്യാരേജ് ടൈപ്പ് ഓഫ് കുറച്ച് ലക്ഷറി ടൈപ്പ് ഓഫ് ബസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിലവിലിത് എഞ്ചിനീയറിംഗ് കോളേജ് ബസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സായിട്ട് ഓടുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് AS063 തന്നെയാണ് തോന്നുന്നു. അല്ലെങ്കിൽ ബോഡി കോഡിന് ശേഷം കോളേജ് ബസ്സിൻ്റെതായിട്ടുള്ള സ്പെസിഫൈഡ് നോംസും ഗൈഡ് ലൈൻസൊക്കെ പ്രകാരം ഇറങ്ങിയ വണ്ടി. ഇത് അല്ലാതെ ഒരു നോർമൽ വണ്ടി. അപ്പോൾ ചെറിയൊരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെയാണ്. സേഫ്റ്റി കാര്യങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ഫ്രണ്ട് ഡ്രൈവർ ഓപ്പറേറ്റിംഗ് എയർ ടൈപ്പ് ഡോറ് കാര്യങ്ങളൊക്കെയാണ്. ഈരയുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ആ സമയത്ത് സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടികൾക്കൊന്നും കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ അന്നത്തെ ഇറങ്ങിയ വണ്ടികൾ അതിനുവേണ്ടി സ്പെസിഫൈഡ് ആയിട്ട് ഇറക്കിയതും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ നിലവിൽ ഇത്തരം വണ്ടികൾക്ക് കോൺട്രാക്ട് ക്യാരേജ് വണ്ടികളോ അല്ലെങ്കിൽ കോളേജുകളോ കാര്യങ്ങളുള്ള വണ്ടികൾക്ക് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സായിട്ട് ഓടുന്നതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സ്പീഡ് ഗവർണർ, അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ദിസ് ഈസ് ബെസ്റ്റ് പ്രാന്തന്മാർ ആൻഡ് യു ആർ വാച്ചിങ് ബസ് സ്പോട്ടിങ് അല്ലെങ്കിൽ വണ്ടി സ്പോട്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എമർജൻസി ഡോറ് എക്സ്ട്രാ ആയിട്ട് വയ്ക്കണത്, അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കണ്ടില്ലേ, ഇതാണ് എക്സ്ട്രാ ആയിട്ട് കയറ്റിയിട്ടുള്ള എമർജൻസി ഡോറ്. അത് തല്ലിപ്പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് എമർജൻസി ഇത് ബ്രേക്ക് ചെയ്യുക, ഡോർ തുറക്കുക, ഡോർ തുറന്നു വരും. ആക്ച്വലി നമ്മൾ ആ വീഡിയോ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ എമർജൻസി ഡോറിൻ്റെ അല്ലെങ്കിൽ എമർജൻസി വിൻഡോ അല്ല, ഇത് ഡോറാണ്. എമർജൻസി ഡോറിൻ്റെ ബോട്ടം പൊസിഷനും നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൻ്റെ പൊസിഷൻ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ വിൻഡോ ഉണ്ടല്ലോ, വിൻഡോ പോർഷൻ്റെ ടോപ്പും ഡോറിൻ്റെ ടോപ്പും ഒരേ അളവിലായിരിക്കണം കാര്യങ്ങൾ. അതാണ് അതിൽ വേറെ കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ബോഡി കോഡ് പ്രകാരം ഇറങ്ങിയതാണ്. ബാക്കിൽ എമർജൻസി എക്സിറ്റ്, പണ്ടത്തെ വണ്ടികളിൽ ബാക്കിൽ എമർജൻസി എക്സിറ്റ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത് എമർജൻസി എക്സിറ്റ് എന്നുള്ള പർപ്പസ് നിറവേറ്റിയിരുന്നില്ല. കാരണം ഒരു ലാഡർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബാക്കിലുള്ള എമർജൻസി എക്സിറ്റ് എന്ന പരിപാടി ഒഴിവാക്കി ഫിക്സഡ് ബോഡി ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പകരം റൈറ്റ് സൈഡിലും പിന്നെ ഫ്രണ്ടിലും പിന്നെ റൂഫ് ഹാച്ച് ആക്ച്വലി ഒരു എമർജൻസി ഡോർ എന്നുള്ള പർപ്പസിലല്ല ഉപകാരപ്പെടുന്നത്. ഗ്ലാസ് ബോഡിയാണല്ലോ. അപ്പോൾ ചൂട് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ശരിക്കും റൂഫ് ഹാച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ ഇൻ കേസ് ഓഫ് എമർജൻസി ഏത് ഗവൺമെൻറ് ഇഷ്ടപ്പെടാലോ. വീരയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീരയുടെ V സഹൃദയിലെ വണ്ടിയാണ്. ഇത് MES മാറമ്പള്ളിയിലെ വണ്ടിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. This is Best Prandammar and you are watching Vandi Sporting അല്ലെങ്കിൽ Best Sporting. Thank you.